മലയാളി മക്കളുടെ കണ്ണിലുണ്ണിയായിരുന്ന എനിക്ക് മാവേലിക്കൂട്ടത്തിലേക്ക് വരുവാൻ സാധിച്ചതിലുള്ള സന്തോഷം അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഇവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ഓണാശംസ. ഒപ്പം ഒരു കാര്യം ഞാൻ മറന്നുപോയി, മറ്റൊന്നുമല്ല, നിങ്ങളുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീനിവാസൻ കമ്പരത്തിനോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എന്നോടൊപ്പം മലയാള സിനിമ വേദിയിലെ ഒരുപാട് കലാകാരന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. ശ്രീനിവാസന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ സിനിമയിലെ ശ്രീനിവാസനും ഫിലോമിനയും ജനാർദ്ദനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കുടക്കട്ട കോഴി പിടക്കോഴി വാട്ടാട്ടി നീ കേട്ടോ ചാവളെ എന്തൊക്കെ പെർഫോമൻസ് ആണ് നീ കാണിക്കുന്നത്? കോഴി ഒഴിച്ച് മുട്ടയടിക്കാൻ ശ്രമിക്കുന്നു, ഏത്തപ്പഴക്കം പൊഴുകുന്നു, വെള്ളം ചൂടാക്കുന്നു. ഇതൊക്കെ ഒരു സിനിമയിലാണെങ്കിൽ ഒരു ഉറവശോടെ ഈ വീട്ടുമുറ്റത്തെത്തുമായതോ. അടുത്ത ഒരു സിനിമയായി ഗോഡ് ഫാദർ എന്ന സിനിമയിലെ സിനിമയായി ഫിലോമിനയും ജനാർദ്ദനനും. പരിധിയിൽ തെളിയാടെ ഇവിടെ തന്നെയാണ് പരിധിയിൽ. ഓ ഈ അപ്പയ്ക്കെത്ര കുറവാ. പരതീരെ തെളിയാതെ ൂപ്പിൽ പണിയെടുക്കാതെ കൊണ്ടാണോ പരതീരെ തെളിയാതെ? എടാ എന്റെ കൊച്ചുപിള്ള കല്യാണത്തിന് ആരെ തരം പരിധി തിരക്കൂടാ സൗകര്യമായിട്ടൊക്കെ വച്ചാൽ. ഓ കണ്ടില്ലേ, ആറ പരതീരെ തെളിച്ചോ പെട്ടോ പറ്റോ. നീ അവിടെ പോകണം, അവളെ കാണണം, കയ്യുമെങ്കിലും എതിർ വെച്ചുകൊടുക്കണം. നീ അല്ലാതെ വന്നിട്ട് ഇവിടെ മോങ്ങയാ വേണ്ടത്. ദണ്ണം കൊണ്ടോടോ ദണ്ണം. മലയാള സിനിമ വേദിയിലെ സോഫ്റ്റ് സ്പോക്കൺ ബാബു നമ്പൂതിരി, ഒപ്പം വില്ലൻ വേഷങ്ങൾക്ക് പുതിയ മാനം നൽകിയ മലയാളത്തിന്റെ സ്വന്തം ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ജോസ് പ്രകാശ്. ആദ്യമായി ബാബു നമ്പൂതിരി. സത്യത്തിൽ ഇല്ലത്തെ കാര്യങ്ങൾ വളരെ കഷ്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഓപ്പോളും ഒപ്പം 2 കുട്ടികളും, ഇവർക്കെല്ലാം ഞാൻ തന്നെ ചെലവിന് കൊടുക്കണം. എന്നാ പോട്ടെ. ജോസ് പ്രകാശ്. ഹലോ മിസ്റ്റർ ബാബു, ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് 5 മണിക്കുള്ള ഷിപ്പിൽ സിംഗപ്പൂരിലേക്ക് വജ്രങ്ങളുമായി പോകുന്നുണ്ട്. അതിന് തട നിന്നാൽ എന്റെ മുതല കുഞ്ഞുങ്ങൾ നിന്നെ ആഹാരമാക്കും. അടുത്തതായി വീണ്ടും ഗോഡ് ഫാദറിലെ അപ്പൂപ്പൻ വേഷം അവതരിപ്പിച്ച NN പിള്ള. എനിക്കെന്തോന്നാടോ ഓണം? കഴിഞ്ഞ 15 വർഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ എന്തിനാണോ ഞാൻ പാറ പൊട്ടിച്ചത്? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ ലക്ഷ്മി എന്റെ കയ്യിൽ കിടന്നു പിടഞ്ഞു മരിച്ചതോ. എന്റെ ബാലരാമൻ കിട്ടിയില്ല, എന്റെ ശ്യാമനാഥനും പ്രേമേന്ദ്രനും കിട്ടിയില്ല. എന്റെ രാമഭദ്രന് ശേഷം ഈ മുറ്റത്തൂടെ ഒരു കുഞ്ഞിക്കാൾ ഓടിക്കളിച്ചിലിടൂ. പറയടൂ, പറ. കേറി വാ മക്കളെ, കേറി വാ. മലയാള സിനിമാ വേദിയുടെ ഹാസ്യരാജാവും നല്ല നടനുമൊക്കെയായ നമ്മുടെ ജഗതി ശ്രീകുമാരൻ, അദ്ദേഹത്തിന്റെ രോഗശാന്തിക്ക് വേണ്ടി മാവേലിക്കൂട്ടം പ്രാർത്ഥിക്കുന്നു. ഒപ്പവും അദ്ദേഹത്തിന്റെ ശബ്ദവുമായി കാസർഗോഡ് രമേശ്. എന്തുവാടേ വെട്ടു വിളിച്ചതല്ലേ? ഒരുത്ത ബോളർ എന്ന് മറ്റവൻ അടിച്ചു മാറ്റുന്നു. അടിക്കാറാണെങ്കിൽ പിന്നെ എന്തിനാണേ പിള്ളേ എറിയുന്നത്? അടുത്തതായി നിങ്ങളുടെ മുന്നിലെത്തുന്നു കൊച്ചു പ്രേമൻ. അല്ല പറയാ കേട്ടോ, പട്ടിയോട് സൂക്ഷിക്കാതെ പകരം പൊട്ട് പറിക്കുന്ന കുട്ടികളെടുത്ത് ബോൾ വെച്ചിരുന്നെങ്കിൽ അതായിരുന്നു കേട്ടോ. ഏതാ ആരാകോട്ടെ?
മലയാള സിനിമാ വേദിയിലെ സംവിധായകൻ, അഭിനേതാവ്, തിരക്കഥാകൃത്ത്, കഥാകാരൻ, പ്രൊഡ്യൂസർ എന്ന നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ലാൽ. ഒരാളെ വേദനിപ്പിച്ചിട്ട് സന്തോഷിക്കുന്നവരല്ല കൊച്ചാവികൾ. അവള് അതേ രക്തമല്ലേ, അവള് സഹായം ചെയ്യട്ടെ. ഈ സ്വത്ത് മുതൽ ചാച്ചാജിയോടുതാ, അതുള്ള ചാച്ചാജി തിരിച്ചു തരാം. അവളുടെ കല്യാണം ഈ പന്തൽ ചെന്നുള്ള സാവധാനം എനിക്ക് തരണം കേട്ടോ. അടുത്തതായി എത്തുന്നു നെപ്പോളിയൻ. അമ്പലപ്പറമ്പിൽ മുങ്ങിക്കളിക്കുമ്പോഴും പന്തുരുന്ന മൈതാനത്തും എന്നും എന്നെ തോൽപ്പിക്കാൻ നീയേ ഉണ്ടായിരുന്നുള്ളൂ. നീലകണ്ഠ, ഈ പുരുഷാർത്ഥം മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ തല്ലുക. തിരിച്ച് താനൊന്ന് കൈ പൊക്കിയാൽ അവൾ വെന്ത് ചാമ്പിരമാവും. ആ മലയാള സിനിമാ വേദിയിലെ സുന്ദര വില്ലൻ ഉമർ, ഒപ്പം നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ലാലു അലക്സും. ആദ്യമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നു നമ്മുടെ വില്ലൻ വേഷമണിയിക്കുന്ന ഉമ്മർ. ശോഭേ, ഞാനൊരു വികാര ജീവിയാണ്. നിന്നോട് പറഞ്ഞ കഥവ് തുറക്കാൻ, അല്ലേ ഞാൻ ചവിട്ടി പൊളിച്ചകത്ത് വരും. നീ എന്നോട് സഹകരിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും സുഖം, അല്ലെങ്കിൽ എനിക്ക് മാത്രം സുഖം. What nonsense are you talking, Mr. Umar? അതിന്റെ വെടിത്തരമാണ് ഇവിടെ ഈ പറയുന്നത്. ഓണാശ വെളിയിലാണോടാ ഇത്രയും കാര്യങ്ങൾ? അടുത്തതായി SNDP യോഗം പ്രസിഡന്റ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു ജാതി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ തരവാക്കികൾ ഇതേ രോഗചേരത്തിന് വേണ്ടി ചങ്ങനാശ്ശേരി സുകുമാരനാന് വേണ്ടി ഒരു ചർച്ച നടത്തും. അതിനുശേഷം ഞങ്ങൾ തീരുമാനിക്കും ഏതാ ജാതി, ഏതാ മതം. മലയാള സിനിമാ വേദിയിലെ എക്കാലത്തെയും സുന്ദരൻ, മലയാള സിനിമാ വേദി എന്നും വളരെയധികം ബഹുമാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മധു സാർ. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ കല്യാണിയുടെ മോള് രാജലക്ഷ്മിയായി എന്താണ് നിനക്ക് പ്രേമം മണ്ണം കെട്ടിയെന്ന് പറഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ അവള് വേണ്ടതായി പറ്റി പോകാൻ എന്റെ കൺമുമ്പിന് പോകാനാ പറഞ്ഞത്. പോകണ ഫുഡ് കമ്മിറ്റി അംഗങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഫുഡ് എത്തിയിട്ടുണ്ട്.